നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ട ഞാനങ്ങ് നിർത്തുമെന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്തു തുടങ്ങി. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ. എനിക്ക് കല്ലി വല്ലി കല്ലിവല്ലി 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 കല്ലിവല്ലി. ഹോ, എന്തൊക്കെയാണ്! അറബിയിലാണ് ഇപ്പൊ സംസാരം. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇപ്പോൾ അറബിയൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്തും കാണിക്കും, ഞാൻ എന്തും ചെയ്യും, നിങ്ങൾ ആരാടാ ചോദിക്കാൻ? ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ നമ്മുടെ ഈ രേഷ്മ തങ്കച്ചൻ ഇറങ്ങിയിരിക്കുകയാണ്. രേഷ്മ തങ്കച്ചന് ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം പറയുക, എനിക്ക് ഒന്നുമില്ല, പ്രേക്ഷകരെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരം തുറന്നു കാണിക്കും, ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടും, അതിന് നിനക്കൊക്കെ എന്താണ്, നീയൊക്കെ ആരാണ് ചോദിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് ആരുടെ മുമ്പിലും എന്തും കാണിക്കുമെന്നുള്ള തുറന്നൊരു പ്രസ്താവനയാണ് പുള്ളിക്കാരി പറയുന്നത്. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതിനോട് നമുക്കാർക്കും ഒരു വിഷയവുമില്ല. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവര് ഒരു സൈഡിൽ കൂടെ പറയും, ഞാൻ വിധവകളുടെ അങ്ങ് റെപ്രസെന്റേറ്റീവ് ആണ്, ഞാൻ പിള്ളേരെയൊക്കെ അങ്ങ് ചേർത്ത് പിടിക്കുന്നവരാണ്, ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ശരീര പ്രദർശനം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്ന ഒരാളാണ് ഇവര്. ഇത് വിമർശിക്കുമ്പോൾ അവർക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് രേഷ്മ പി തങ്കച്ചൻ ചെയ്യാറുള്ളത്. എന്തായാലും രേഷ്മ പി തങ്കച്ചൻ ഇട്ട ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയി. 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിനെയൊക്കെ വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റോമാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം ഈ 3 പേരെന്ന് പറയുമ്പം പിന്നെ നമ്മുടെ ആരൊക്കെയാണ്, ബിബിയും ബിച്ചൂസും പിന്നെ മനൂട് ഇരുന്ന് ഒരു ഇത് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. ഒരു മാന്യമായിട്ട് തന്നെയാണ് ഇവർക്കെതിരെ സംസാരിച്ചത്. അപ്പോൾ അവര് സംസാരിച്ചതിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ചേച്ചി പറ. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നോ 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 നോ, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടണ്ട. അവർക്ക് വേണ്ടിയല്ല നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നത്. ആ സുധിച്ചേട്ടന് വേണ്ടിയാണ്. സുധിച്ചേട്ടന് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ പൈസ മേടിച്ച് സബ്സ്ക്രിപ്ഷൻ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ച് അവരുടെ കയ്യിലെ കാശ് എല്ലാം എടുത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ടുള്ള മാല, അതോടൊപ്പം തന്നെ വട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതും. ഇപ്പോൾ നിക്കറിന്റെ ആ ഒരു എന്താ പറയുക സൈസ് കുറഞ്ഞ് ഇനി ജട്ടിയിലേക്ക് പോകാൻ പോകുന്നതും ഒക്കെ ഞാൻ സുധിച്ചേട്ടന് വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ ആർക്ക് വേണ്ടിയാണ്? പ്രേക്ഷകർക്ക് വേണ്ടിയാണെന്ന് പറയല് കേട്ടോ. അങ്ങനെ പറയല്ലേ, റാസൽ കൈമയിൽ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും, പറയല്ലേ. ബാക്കി പറഞ്ഞു. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കേ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ. ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ ഇഷ്ടമാണ്. ഈ ഇഷ്ടമൊന്നും മുമ്പ് കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി പറയുകയാണെങ്കിൽ അല്ല, എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യുന്നത് എന്റെ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ഇനി നിങ്ങൾ എന്താ പറയുക, മൊത്തത്തിൽ അയച്ചിടൂ, എന്ത് വേണേലും കാണിച്ചു. ആ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പ്രതികരിക്കും കേട്ടോ. അത് ചേച്ചിക്ക് പ്രൊമോഷൻ ആകുന്നുണ്ടെങ്കിൽ, ചേച്ചിക്ക് അതെന്ത് പറയുന്നത്, അങ്ങ് വളർച്ചയാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ആർക്കാ ചെയ്തം അല്ലേ? ചേച്ചി പറഞ്ഞു. എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീക്ക് നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ട ഞാനങ്ങ് നിർത്തുമെന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തരുത്. നിർത്തിയ രേഷ്മ പി തങ്കച്ചൻ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നിർത്തരുത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ നിർത്തരുത്. കഴിഞ്ഞ ദിവസം തങ്കച്ചന്റെ നിക്കറും ഇട്ടുകൊണ്ട് വന്ന് ഡാൻസ് കളിച്ചാൽ നിങ്ങൾ നിർത്തരുത്. എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വസ്ത്രത്തിന്റെ നീളം ഇനിയും കുറയ്ക്കണം. ഇനി ബിക്കിനി കിട്ടുവാണെങ്കിൽ അതാണ് മേടിച്ചെടുത്തു. അത് ചിലപ്പം മറ്റേ ആ സ്വിമ്മിംഗ് പൂളില്, ദുബായിലല്ലേ ഇപ്പം, അവിടെ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തെങ്ങാണ് ആരെങ്കിലും ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഇട്ടിട്ട് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി അല്ലയോ, അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യേ. ചേച്ചി പറഞ്ഞു. ഞങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും. ചേച്ചി പറഞ്ഞു. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്തു തുടങ്ങി. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ. എനിക്ക് കല്ലി വല്ലി എനിക്ക് മാഫി പൈത. പുള്ളിക്കാരി ഇപ്പൊ റാസൽ പോയത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ഇപ്പൊ എന്താ പറയാ, കല്ലുവല്ലി പഠിച്ചിരിക്കുകയാണ്. ഈ കല്ലുവല്ലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം?
ചേച്ചി ഇനി 2-ാം തീയതി തിരിച്ചു വരത്തുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ അതുമല്ല, ഇപ്പൊ ചേച്ചി പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ ഒരു മറ്റേ എന്താ പറയുന്നത്, മറ്റേ പ്രേമക്കുരു ഒക്കെ വന്നിട്ടുണ്ട്. വലിയ പ്രേമക്കുരു കേട്ടോ, ചെറിയ പ്രേമക്കുരു അല്ല. ചെറിയ പ്രേമക്കുരു ആണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞത് എന്താണ്, ചെറിയ പിള്ളേര്. ഇത് വലിയ പ്രേമക്കുരു ആയതുകൊണ്ട് തന്നെ വലിയ ആരാണ്ട് പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും പുതിയൊരു വീഡിയോയാണ് ഇത്. അതായത് പുള്ളിക്കാരിയുടെ ആ ഒരു വിവാദമായിട്ടുള്ള ആ ഒരു ഇതെന്താ ആൽബം ഉണ്ടായിരുന്നല്ലോ, അത് റിലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ തന്നെ ഇവിടെ ഇങ്ങനെ നോക്കിക്കോണം കേട്ടോ. ചേച്ചി പറ. ഹായ് ഹലോ, രേണുസുതിയാണ്. അപ്പം നമ്മുടെ വിവാദപരമായിട്ടുള്ള ആൽബത്തിൻ്റെ ടീസർ ഇറങ്ങുകയാണ്. കള്ളിപ്പെണ്ണും കള്ളുകുപ്പിയും. ഞാനേ പ്രതീക്ഷ ദാസന്റെ കോഴിക്കോട് അഭിനയിച്ച ലച്ചു, RJ ലച്ചു ഡയറക്റ്റ് ചെയ്ത കള്ളിപ്പെണ്ണും കള്ളുകുപ്പി ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ ടീസർ ഇറങ്ങുവാണ്. അപ്പോൾ ഉടനെ ഇറങ്ങുന്നു, ആൽബം ഉടനെ ഇറങ്ങുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് വേണം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തേയില്ല. കള്ളിച്ചെല്ലമ്മയും കള്ളുകുപ്പിയൊക്കെ അവിടെ വെച്ചോണ്ടിരുന്നു, ഞങ്ങൾക്ക് കാണാൻ കേട്ടോ. പിന്നെ അയ്യോ, വിവാദം ഉണ്ടാക്കി വിട്ടിട്ട് വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ഈ പുള്ളിക്കാരിയുടെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമക്കുരു വന്നത് കണ്ടല്ലോ. ചെറുതല്ല, വലുതാണ്. പുള്ളിക്കാരി തന്നെ പറയുന്നത് കേട്ടോ, ഞങ്ങളാരും ഉണ്ടാക്കി പറയുന്നതല്ല. ചെറുതാണെങ്കിൽ പുള്ളിക്കാരിക്ക് എന്താ പറയാ, ചെറുപ്പക്കാർ പിള്ളേർ, അതായത് ഏജിന് ഋതപ്പനെക്കാട്ടിലും കുറച്ചുകൂടെ വയസ്സ് കൂടിയ പിള്ളേർ, അതായത് കിച്ചുവിന്റെ പ്രായമുള്ള പിള്ളേരൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഏജ് കൂടിയത്, ഏതാ ഒരു നല്ല ഈ രേണുവിന്റെ ആ ഒരു സൈസിനൊത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രേമം കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു കുരു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഒരു കൈ ഇങ്ങനെ ഇരിക്കുന്നത്, അത് നമുക്ക് ഇട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഒരു കൈയൊക്കെ ഇങ്ങനെ തോളെ വെച്ചിട്ട് ഒരുത്തന്റെ എന്നിട്ടൊരു പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്ക് നിങ്ങൾ. കണ്ട അവന്റെ ആ കൈയൊക്കെ പിടിച്ച് ഒന്ന് പൊണ്ണ് കെട്ടിക്കവാ പൊണ്ണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് ഇട്ടിട്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വാച്ചിട്ട കൈ. ഇത് കാണിക്കുന്നത് എന്താണ്, പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവർ കമന്റ് ബോക്സിൽ പറയണം, ഇതാ രേണുവിന്റെ പുതിയ കാമുകൻ ദുബായ് ഖരാമയിലെ വലിയ വീട്ടിൽ രേണുസുതിയുടെ പുതിയ കാമുകനുമൊത്ത് രേണുസുതി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇടണം. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം. എന്നാലും ആ മുഖത്ത് വന്നിരിക്കുന്ന ആ കുരു എന്താണെന്ന് രേണു എന്ന് പറയണം. പുതിയ കുരുവാണ്, വലിയ കുരുവാണ്. ആ വലിയ കുരുവിൽ എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് രേണു തന്നെ പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ രേണു ഒന്ന് പറയണം. പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നിങ്ങൾ ഇട്ടുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ വസ്ത്രത്തിന്റെ നീളം നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കുറയ്ക്കുന്നോ അത്രമാത്രം നിങ്ങൾ ഹൈപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് പൈസ ഒരു മാസം നല്ലപോലെ സമ്പാദിക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്ക്. എന്തിനാ വെറുതെ ഈ മറ്റേ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്? ഇതാകുമ്പോൾ വീട്ടിലിരുന്നാൽ മതിയെന്നേ. തുണിയുടെ നീളം കുറയ്ക്കൂ, കാശുകൾ സമ്പാദിക്കൂ. അല്ലാതെ എന്താ പറയുക, ചുമ്മാ എന്തിനാ? എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യൂ. അതാണ് നിങ്ങൾക്ക് പറ്റിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണിച്ചു കൊടുത്തിട്ട് ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാൻ വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും.